2 ദിവസങ്ങൾക്ക് മുമ്പേ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണക്ക് അവതരണവും എനിക്കൊരു യാത്രയയപ്പും എന്ന ഒരു പരിപാടി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കുളത്ത് വെച്ച് നടന്നിരുന്നു. ആ ചടങ്ങിൽ വെച്ച് ഷാമിൽ മോൻ്റെ കുടുംബത്തിൻ്റെ ചില ആളുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു സമ്മാനമായി ഒരു സർപ്രൈസായി അവർ അവിടെ വെച്ച് കൈമാറുക ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതേ വേദിയിൽ വെച്ച് അവരൊരു കൈമാറ്റം എനിക്ക് തന്നപ്പോൾ നമ്മുടെ ഇന്നോവ, അതായത് 2012 ഇന്നോവ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടി അവിടെ നടത്തിയിരുന്നു. പക്ഷേ ആ ഇന്നോവ എനിക്ക് തന്നിട്ടുള്ള ഇന്നോവ അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഡെലിവേർഡ് എന്ന് പറയുന്ന രീതിയിൽ ആ ഇന്നോവ പ്രചരിപ്പിച്ചുകൊണ്ട് ഇത് പുതിയതാണ് എനിക്ക് തന്നത്, ആ കുടുംബം എനിക്ക് 25 ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റ സമ്മാനിച്ചു എന്ന് പറഞ്ഞ് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലേക്ക് മാനസികമായി പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രചരണമാണ് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA TV ഇബ്രാഹിമാണ് ഈ ചടങ്ങിൽ കാറ് സമ്മാനിച്ചത്. മുബഷിർ പി അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ പി അക്ബർ, വളരെ വിചിത്രമായൊരു കേസാണിത്. ഒരു കുടുംബത്തിലെ ആ ബന്ധുക്കൾക്ക് പിരിച്ചു നൽകാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നാട്ടിലുള്ള നന്മയുള്ള മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് 3 കോടി രൂപ പിരിച്ചു നൽകുന്നത്. ആ പിരിച്ചു നൽകിയതിന് നേതൃത്വം നൽകിയ ആളോടുള്ള ഒരു നന്ദി സൂചകമായി എത്രയോ ലക്ഷം രൂപ, അത് എത്രയാണെന്ന് നമുക്കറിയില്ല, ഒരു ഇന്നോവ കാർ വാങ്ങി നൽകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തോ ഒരു അപാകതയുണ്ട്. കാരണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുക, ഇതേപോലെ ഉയർന്ന തുകയുള്ള വാഹനങ്ങൾ നൽകുക എന്നൊക്കെയുള്ളത് കേട്ടുകേൾവി ഇല്ലാത്തതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുബഷിർ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് മലപ്പുറം കൊണ്ടോട്ടിയിലെ മുതുവല്ലൂർ പഞ്ചായത്തിലെ മുണ്ടക്കുളം മേഖലയിലെ 14 വയസ്സുള്ള ഷാമിൽ മോൻ എന്ന് പറയുന്ന കുട്ടിയുടെ SMA രോഗബാധിതനായ ഒരു കുട്ടിയുടെ ചികിത്സാ ധനസഹായത്തിനു വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിലെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഷമീർ കുന്നമംഗലം ആ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. തുടർന്ന് 33 ദിവസം കൊണ്ട് 3 കോടി രൂപയോടൊപ്പം ചില സംഖ്യയാണ് പിരിച്ചു നൽകിയിരുന്നത് ജനകീയ കമ്മിറ്റിക്ക് വേണ്ടി. ജനകീയ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഷമീർ കുന്നമംഗലം അവിടെ എത്തിയിരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ഇതിനുവേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ പ്രസിദ്ധീകരിക്കുന്നു. അതുവഴി നിരവധി ആളുകൾ ചെറിയ തുകയും വലിയ തുകയൊക്കെ നൽകിക്കൊണ്ടാണ് ഈ 3 കോടി രൂപയിൽ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഷാമിൽ മോൻ്റെ ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ഈ തുക പിരിച്ചു നൽകിയതിൻ്റെ ഒരു സന്തോഷം എന്ന രീതിയിലാണ് സ്നേഹസമ്മാനമായി ഷാമിൽ മോൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ 12 ലക്ഷത്തോളം രൂപ വില വരുന്ന ഇന്നോവ ക്രിസ്റ്റ കാർ ഷമീർ കുന്നമംഗലത്തിന് സമ്മാനമായി നൽകുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു മുണ്ടക്കുളത്ത് വെച്ച് ഈ ഒരു ചടങ്ങ് നടന്നത്. ആ ഒരു ചടങ്ങിൽ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും ആ ചികിത്സയ്ക്ക് വേണ്ട പണം ലഭിച്ച സന്തോഷത്തിൻ്റെ ഭാഗമായി സ്നേഹസമ്മാനമായി ഇത്തരമൊരു വാഹനം നൽകുന്നു എന്നുള്ളതായിരുന്നു അവിടെ നടത്തിയ പ്രഖ്യാപനം. ഇത് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിൽ നിന്നല്ല ഷമീർ കുന്നമംഗലത്തിന് വാഹനം വാങ്ങി നൽകിയിട്ടുള്ളത്. ആ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ ഷമീർ കുന്നമംഗലത്തിൻ്റെ നിലവിലുള്ള വാഹനം കേടുപാട് സംഭവിച്ചത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും മുന്നോട്ട് ഉള്ള പ്രയാണത്തിൽ അതൊരു സഹായകരമാകുമെന്ന രീതിയിൽ ഒരു പുതിയ വാഹനം വാങ്ങി നൽകുക എന്നുള്ളതാണ്. അതൊരു പുതിയ വാഹനമല്ല, മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റ വാഹനമാണ്. ആ ഒരു വാഹനം ഷമീർ കുന്നമംഗലത്തിന് ലഭിച്ചതിനു ശേഷമാണ് അതിനെ ചൊല്ലി വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും ഉണ്ടായത്. ഇത് പുതിയ വാഹനമാണ്. അതോടൊപ്പം തന്നെ ഷമീർ കുന്നമംഗലത്തിന് നൽകിയിട്ടുള്ള ഒരു വാഹനം ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ചെടുത്ത 3 കോടി രൂപയിൽ നിന്നും വകമാറ്റിയാണ് വാങ്ങിയിട്ടുള്ളതെന്ന രീതിയിൽ പ്രചാരണമുണ്ടായി എന്നുള്ളതാണ് ഷമീർ കുന്നമംഗലം തന്നെ ആരോപിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനെ ചൊല്ലിയ ഒരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടന്നു എന്നുള്ളതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഷമീർ കുന്നമംഗലം ഇക്കാര്യത്തിൽ വിശദീകരണമായി രംഗത്ത് വരുന്നത്. അത് ചികിത്സാ ധനസഹായത്തിൽ നിന്ന് ലഭിച്ച തുകയിൽ നിന്നും വാങ്ങിയതല്ല, മറിച്ച് ഈ കുടുംബം നൽകിയത് പ്രകാരം താൻ സ്വീകരിച്ചതാണ്. അതിലൊരു ട്രാൻസ്പെറൻസി വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ചടങ്ങിൽ വെച്ച് അത് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ തൻ്റെ പഴയ 2012 ഇന്നോവ ക്രിസ്റ്റ കാർ അവിടെ തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഷമീർ പറഞ്ഞു വെക്കുന്നത്. അതിന് ഏകദേശം 6 ലക്ഷത്തോളം രൂപ വില വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തുക വരാൻ പോകുന്ന ചികിത്സാ സഹായങ്ങൾക്കൊക്കെ തന്നെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഷമീർ കുന്നമംഗലം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു ചോദ്യം, ഇത്രയധികം ലക്ഷം രൂപയുടെ കാറ് വാങ്ങി നൽകാൻ സാധിക്കുന്ന ഒരു കുടുംബം എന്തിനു വേണ്ടിയാണ് ഇത്തരമൊരു ധനസഹായം നാട്ടുകാരോട് അഭ്യർത്ഥിച്ചത് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഷമീർ കുന്നമംഗലം പറയുന്നത് പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ്റെ സംഘം, അതുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ തന്നെ സമാനമായ ഇത്തരത്തിലുള്ള വാഹനങ്ങളും മറ്റു തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ലഭിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും തന്നോടുള്ള വെറുപ്പ് അത് പടർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഷമീർ കുന്നമംഗലം ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി ഷമീർ കുന്നമംഗലം പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിലൊരു കുടിപ്പകയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുബഷീർ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം,
12 ലക്ഷം രൂപയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഇന്നോവ ക്രിസ്റ്റ വാങ്ങിക്കൊടുക്കാൻ ശേഷിയുള്ള കുടുംബത്തിന് വേണ്ടിയായിരുന്നോ പണപ്പിരിവ് എന്ന് നാട്ടുകാരെ കൊണ്ട് ചോദിപ്പിക്കുന്ന മട്ടിലായി പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ ക്രിസ്റ്റ തിരിച്ചു നൽകിയിട്ടുള്ള കുടുംബത്തിനെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാതിരിക്കണം എന്നുള്ളതാണ്. ഈ കൈ അറിയുക മാത്രമല്ല ആ കയ്യിൽ വീണ്ടും ഒരു സമ്മാനം കൂടി കൊടുക്കുന്നതിൻ്റെ പേര് ചാരിറ്റി എന്നാണോ? പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിച്ചാൽ മതി.